ആളെ മാത്രം ആലോചിച്ചിട്ട് നമ്മൾ സ്വയംഭോഗം ചെയ്യും. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെ കൂടെ ചെയ്തോളൂ. പിന്നെ നുണ പറഞ്ഞത് ആ വ്യക്തിക്കറിയാം. ഇവിടെ ഫേക്ക് കളിൽ കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്കറിയാം ഞാൻ ആളെ കുറിച്ച് മാത്രമേ സ്വയംഭോഗം ചെയ്യുള്ളൂ എന്ന് ആ പുള്ളിക്കറിയാം. ഇനി വേറെ ആള് വന്നിട്ടില്ല, വേറെ ആളോട് മിണ്ടിയിട്ടില്ല, അടുപ്പിലൊന്നുമില്ല. അതുകൊണ്ട് ആളെ തന്നെ മാത്രം, അത്രേ ഉള്ളൂ. ഹോൾഡേറ്റ കിടക്ക് പുറത്ത് ഹോൾഡേറ്റ ലൂക്ക് മെറീസത്തെ ലൂക്ക എന്ന് പറഞ്ഞ ഐ ഡി ഹോൾഡേറ്റനാ. ഹോൾഡേറ്റ മൈൻഡ് യുവർ വേർഡ്സ്, മിണ്ടരുത്. ലൂക്ക എന്ന് പറഞ്ഞ ഐ ഡി പൊക്കി പിടിച്ച് വന്നേക്കാം ഹോൾഡേറ്റൻ. പേര് പറയില്ല, എന്നിട്ടാണ് ഞാൻ ഈ ഏറിക്കാൻ അറിയാലാരാന്ന് എങ്ങനെയാ പാടുന്നത്. സ്വയംഭോഗം ചെയ്യാത്ത പെണ്ണുങ്ങളുണ്ട്. വെള്ളരിക്ക, കത്തിരിക്ക, പടവലങ്ങ, അതിനോട് നോ ഇൻട്രസ്റ്റ്. പിന്നെ ഞാൻ സ്വയംഭോഗം ചെയ്യുന്നുണ്ടെങ്കിൽ വിരളൊന്നും വെച്ച് ചെയ്യാറൊന്നുമില്ല. അതിനോടുണ്ട് എനിക്ക് അങ്ങനെ സ്വയംഭോഗത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല. വീഡിയോസ് കാണും, എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ സെക്സ് വീഡിയോസ് കാണും എൻ്റെ ഉണ്ടെങ്കിൽ. ഇനി അഥവാ സെക്സ് വീഡിയോസ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഥ വായിക്കും. വല്ല മുത്തുച്ചിപ്പിയോ എന്തെങ്കിലും കഥകൾ വായിക്കും. കഥകൾ വായിച്ചെങ്കിൽ നല്ല മൂടാവും. കഥകൾ വായിക്കും. അങ്ങനെ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ആ ഒരു ഇഷ്ടത്തിൽ പോയിട്ട് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തും. അല്ലാണ്ട് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. കഥയോടാണ് കൂടുതൽ ഇഷ്ടം. കഥ കേൾക്കുക. വീഡിയോസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കഥ കേൾക്കും. കഥ ഭയങ്കര ഇഷ്ടമാണ്. കഥ കേൾക്കുമ്പോൾ എനിക്ക് നല്ല മൂഡ്. ഞാൻ യൂട്യൂബിൽ കയറും. യൂട്യൂബിൽ സെക്സ് കഥ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കും. അതിൽ നല്ല കഥയുണ്ടാവും. അത് കേട്ടിരിക്കും, സൂഹിക്കും. അതാണ് ഇൻട്രസ്റ്റ് കൂടുതൽ. വിശദീകരിച്ച് ഇങ്ങനെ എഴുതും. അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് വീഡിയോ കാണില്ല. പിന്നെ കുറെ ഊടകളുണ്ടല്ലോ, കഥ എഴുതി വിടും. ലാലേട്ടൻ്റെ കഥയില് നമ്മൾ ഒരാള് ഇപ്പൊ കാർത്തു ഇപ്പൊ എൻ്റെ വാട്സപ്പിൽ ഇത്രയും വലിയൊരു ഇതിലൊരു കഥ എഴുതി വിട്ടു. ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ തുടക്കം കുളത്തിലായിരിക്കും. നമ്മളൊരു കഥ വായിക്കുമ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത വരാൻ പാടില്ല. ആ കഥയിൽ മുയിച്ചിരിക്കണം. ആ കഥ കേൾക്കുമ്പോൾ ഓൾറെഡി നമുക്ക് നല്ല മൂഡ് വരുമാനം. സീരിയസ്ലി എനിക്കുണ്ടാവലുണ്ട്. എനിക്കുണ്ടാവലുണ്ട്. എനിക്ക് നല്ല മൂഡ് വരും. പക്ഷെ എന്തേലും നമുക്ക് ആളില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമുക്കുള്ള ജോലി ഇതായിരിക്കാം. നമുക്ക് അവരെ ഇവരെ കുറിച്ച് കാര്യമില്ല. അത് നമുക്ക് തീർക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഇഷ്ടം ആരാണോ മനസ്സിൽ എന്തായാലും നമ്മളൊരാൾ ഇഷ്ടപ്പെടും. നമ്മളെ കഴിഞ്ഞ ഭൂതകാലത്ത് ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും. ആ ആളെ മനസ്സിൽ ധ്യാനിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഒരു ഇതെന്താണോ നമ്മളത് ചെയ്യുക. അതെ അങ്ങനത്തെ കഥകൾ. യെസ്, കറക്റ്റ്. അനിയത്തി ഒരു ചേച്ചി കുളിക്കുന്നു, ജനൽപ്പാളി തുറന്നു. ഞാൻ ആ ചേച്ചിയുടെ വിടവുകൾ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ കൊതിയായി. ഞാൻ ആ ചേച്ചിയുടെ അടുത്തേക്ക് രാത്രി ചെന്നു. ആ ചേച്ചിയുടെ 2 തുഴകളുടെ വലിപ്പം കണ്ടപ്പോൾ ഞാനാകെ നാണം. എനിക്ക് എന്തോ കണ്ണെടുക്കാൻ തോന്നിയില്ല. ഞാൻ പതുക്കെ ആ ചേച്ചിയുടെ വീട്ടിൽ ആളില്ലാത്തപ്പോൾ പോയി. ഞാൻ ആ ചേച്ചിയുടെ തുടകളിൽ പിടിച്ചു. ആ ചേച്ചി എന്നെ നോക്കി. എനിക്ക് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചേച്ചി എന്നെ കോരിയെടുത്തു, മാറോട് ചേർത്തി. അതെ സത്യം. ആ കഥകൾ കേട്ടാൽ നമുക്ക് മൂടാവും മോളെ. സീരിയസ്ലി സത്യം. നമ്മൾ അങ്ങനത്തെ കഥയൊക്കെ കേൾക്കണം. നല്ല മൂഡ് വരും. ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഫോണിൽ ഒരുപാട് കിടപ്പുണ്ട്. മൈനയ്ക്കറിയാം. മൈനയ്ക്കൊക്കെ എന്തോരും മൈനയ്ക്കും ആശപ്പിച്ചിക്കൊക്കെ എന്തോരം ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ കഥ. മൈനയൊക്കെ കേട്ടിട്ട് മൈന പറയുന്നുണ്ട്, പൊന്നു ചേച്ചി വായിച്ചിട്ട് എനിക്ക് മൂടായി എന്ന് പറയും മൈനയൊക്കെ. എൻ്റെ ഫോണിൽ എന്തോരം കിടക്കുന്ന കഥകള് ഞാൻ ഇടയ്ക്ക് വായിക്കും ടെൻഷൻ വരുമ്പം. വീഡിയോ കാണൂല. വീഡിയോനേക്കാളും ഇഷ്ടം കഥയാ. എന്നിട്ട് ലാസ്റ്റ് ആ ചേച്ചി എന്നെ മാറോട് കയറ്റിയിരുത്തി. ആ ചേച്ചി ഒരു സൗണ്ട് ഉണ്ടാക്കി. ഞാൻ പതുക്കെ താഴോട്ട് പോയി.
ആ ചേച്ചിയുടെ പൊക്കിൾക്കുഴിയിൽ ഞാൻ ഉമ്മ വെച്ചു. ആ ചേച്ചി എന്നെ തല വെച്ച് ചവർത്തി കിടത്തി. ചേട്ടാ കുട്ടാ, എൻ്റെ കുട്ടനെ ചേച്ചി തലോടി. എൻ്റെ കുട്ടനെ പതുക്കെ തലോടി 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 ഉമ്മ വെച്ചു. അങ്ങനെ എൻ്റെ കുട്ടൻ എഴുന്നേറ്റു നിന്നു. എൻ്റെ പൊന്നു മോനെ, കഥ കേട്ടാണല്ലോ, നമ്മൾ ആസ്വദിച്ച് കേൾക്കണം കഥയൊക്കെ. കമ്പിക്കഥ നല്ലതാ, വീഡിയോ കൊള്ളത്തില്ല, ആസ്വദിച്ച് കേൾക്കണം കേട്ടാ. രണ്ടെണ്ണം അടിച്ചിട്ടാ കേൾക്കണമെങ്കിൽ പൊളിക്കും. മോൾക്ക് എന്നെ എന്താ പറ്റിയേ ഉണ്ടാ ഇവിടെ ഓർത്തിന് ദേവി. ഇവനാണ് ഇവൻ്റെ ഇപ്പം എന്താ കാർത്തു അവിടെ ടോപ്പിക് എടുത്തിട്ടത്. കാർത്തു ചക്കയുടെ കേസ് പറഞ്ഞപ്പം ഞാൻ ഇതിലേക്ക് പോയി. ഈ കാർത്തുവാ ഇവിടെ ടോപ്പിക് എടുത്തിട്ടത്. ഞാൻ നല്ല രീതിയിൽ പോയ ഞാനാ. എനിക്ക് ആ സെറ്റ് ഒന്ന് പറഞ്ഞു തരണേ. എടാ കാർത്തു, നീയാണ് ഇപ്പൊ ഇവിടെ വരെ എത്തിച്ചത്. നീ ചക്കയമ്മ തുടങ്ങിയതാ. കുട്ടനാരാധ ചേച്ചി എനിക്ക് അകത്തി വെച്ച് തന്നു. കുട്ടനാരാധ ഹോണ്ടട്ടാ. കുട്ടൻ എന്ന് പറഞ്ഞാൽ മെറീസയ്ക്ക് അറിയില്ല. ഗൂയ്സ് 131 പേരും നമ്മുടെ മെറീസയ്ക്ക് കുട്ടൻ എന്താണെന്നറിയില്ല. കുട്ടൻ മീൻസ് കുട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഞാൻ പറയണ്ട, ഇവിടെ ഉള്ളവർ പറഞ്ഞുതരും. കുട്ടൻ എന്ന് പറഞ്ഞ എന്താ? അയൽവക്കത്തെ വീട്ടിലെ ചേട്ടന്റെ പേരല്ല കുട്ടൻ. അയ്യോ, റൈസിക്ക ഇവിടെ കുട്ടൻ മുട്ടയാണ്. കുട്ടൻ എന്ന് പറഞ്ഞ എന്താ? അയൽവക്കത്തെ എല്ലാം മെറീസ പാവം നാട് കിട്ടും. അയ്യോ റൈസിക്ക ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. കുട്ടെന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അണ്ടി. യെസ്, കുട്ടന്റെ പേര് ഏറിൽ പോവും. എല്ലാം മെറീസ കുട്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, ആണുങ്ങളുടെ സാധനത്തിനെയാണ് നമ്മൾ കുട്ടൻ എന്ന് പറയുക. കുട്ടെന്ന് പറഞ്ഞ ആണുങ്ങളുടെ ലിംഗം, ആണുങ്ങളുടെ ലിംഗത്തിനെയാണ് കുട്ടൻ എന്ന് പറയുക. ഓക്കെ, മെറീസയ്ക്ക് കുട്ടെന്ന് പറഞ്ഞ അറിയില്ല അത്. അയ്യോ എന്റെ മെറീസ, എന്താ കുട്ട? എടാ തെണ്ടി CMS, നീയൊക്കെ ഇപ്പോഴാണോ വരുന്നേ? നീയൊക്കെ ഇപ്പോഴാണോ? കഥ കഴിഞ്ഞപ്പോഴാ വരുന്നേ? നന്നായി. എൻ്റെ കുട്ടൻ ഇപ്പോൾ പത്തി വിടത്തി കിടക്കും. നിന്റെ കുട്ടന് പത്തി ഉണ്ടോ? സാധനത്തിന് എന്തു പറയും? അതിന് യോനി എന്നും പറയും, വജേന എന്നും പറയും. ഓക്കെ, വജേന യോനി നല്ല വേഴ്സാണ്. ഈ മലയാളികളിൽ പൂ എന്നും പറയും, അത് അങ്ങനെ പറയും. നമ്മളെപ്പോഴും പച്ചയ്ക്ക് പറയും. നമ്മൾ വജേന യോനി ലിംഗം എന്ന് പറയുക. ഓക്കെ, അതേ സാധനം. എൻ്റെ പൊന്നെ, എത്ര തരം കുട്ടനുണ്ട് ബിജി? എവിടെ നിന്ന് വന്നു ഇപ്പൊ പ്രത്യക്ഷപ്പെട്ട്? കുട്ടൻ എന്ന പോലെ വേറെ ഓമന പേരില്ലേ? അതില്ല മോനെ. ബിജി അഡ്വാൻസ് കുട്ടൻ. യോനി അല്ല, യോനി. ഹലോ, കുട്ടനെ പോലെ ഒരു പേരിടണം. അതെ, തങ്കമ്മാന്ന് ഇടണം. ഇതിലിടണം. ബിജുയുടെ ഇന്റർവ്യൂ കണ്ടു. അതെന്താ? മെറീസയ്ക്ക് ഏകദേശം മനസ്സിലായോ? എന്റെ മെറീസ് അതിങ്ങനെ ചിരിപ്പിക്കല്ലേ. ഇതെന്താ പേരിടൽ ചടങ്ങാണോ? എന്നിട്ട് ഞാൻ നന്നായിട്ട് കമ്പിക്കഥ പറയും. ഇതിങ്ങനെ അല്ലാണ്ട് കമ്പിക്കഥ ഇങ്ങനെയല്ല. ചേട്ടാ പുറത്തിടൂ. ചിലർ കമ്പിക്കഥ ഇങ്ങനെ പറയും, മൂടില്ല. ചേട്ടാ എടാ നിന്റെ ഡാഷ് ഞാൻ തീർത്ത് തരട്ടെ, അത് പുറത്തിടൂ. എന്ത് വലിപ്പമുള്ള എന്നെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നല്ല. കുട്ടി കമ്പിക്കഥ എന്ന് പറഞ്ഞ തുടക്കം തുടങ്ങി. നമ്മളെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഞാൻ ഡെയിലി മുറ്റടിക്കുമ്പോൾ നോക്കുമായിരുന്നു. ഞാനൊരു കമ്പിക്കഥ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് മൂഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. ഞാനൊരു കഥ പറഞ്ഞുതരാം എൻ്റെ ഒരു രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് മൂഡാവണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ ആണോ? ഡയറി റെക്കോർഡ് എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഇനി അതും കൂടെ മാത്രമല്ല, നാളെ ഇനി ഞാൻ സ്പെഷ്യലിസ്റ്റ് കഥാകൃത്താവരുത്. ഞാനൊരു കമ്പിക്കഥയല്ല, ഒരു കഥ പറഞ്ഞുതരാം. നിനക്ക് മൂഡാവണ്ടെങ്കിൽ പറയണ്ട. നോ, ഞാൻ പറയില്ല.
മയില് നിങ്ങളെല്ലാവരും കൂടെ എന്നെ മൂടാക്കി. ഷോ പാറാടി അങ്ങനെ നീ വാടാൻ പറഞ്ഞിട്ട. എല്ലാവരും കൈ കഴുകി വരൂ, അല്ലെങ്കിൽ നീറും. എന്നാലും കുട്ടന് പേര് വെച്ചത് ഇത് കുട്ടി ഇപ്പോൾ കവരോർ ആണ്, വിടൽ പറ്റില്ല. കവരോറാണ്. നിങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കില്ലേ? പറ ചേച്ചി. ഇല്ല ഞാൻ കഥ വയ്ക്കും, എനിക്ക് ഭയങ്കര ഇഷ്ട കഥ. എടി ബോഡി എന്നൊക്കെ സ്വന്തം വീട്ടിൽ ആണ്. ബിജുമുത്ത എന്തെങ്കിലും പറ. ഇല്ല സാബു, ഞാൻ മൊന്തത്തുള്ള എഴുപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോറി. അവിടെ പോയിട്ട് ഹായ് വിടുന്നതൊക്കെ ഞാൻ കണ്ടു. പെണ്ണിന്റെ സാധനം ഒരു ഓമന പേരിടണം ബിജി, ഒരു ഓമന പേരിട്. കുട്ടെന്ന് പേരിട്ടു അല്ലേ? പെണ്ണുങ്ങളുടെ സാധനം ഇപ്പൊ എന്താ പേരിടുക നിങ്ങൾ പറ. എടാ പെണ്ണുങ്ങളുടെ യോനിക്ക് നമ്മളിപ്പോ എന്താ ഒരു പേരിടുക? വത്സാമന്നിടാം. വെള്ളയപ്പം വേണ്ട, വത്സാമന്നിട്ടാലോ? കുട്ടൻ ആൻഡ് വത്സാമ. താമര വേണ്ട, മൊട്ടച്ചിന്ന് വേണ്ട, കുറിച്ചി. നിന്റെ ദൈവമേ, അടാ എന്റെ ദൈവമേ. ഇവിടത്തെ നമ്മുടെ വിവിയേട്ടനും കൂടെ വേണ്ടതായിരുന്നു. ആ തെണ്ടി എവിടെ പോയോ എന്തോ. വിവിയേട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഓമന കുട്ടൻ. ആയി അത് വേണ്ട. എന്തൊക്കെയോ ഉണ്ട്. കുന്തിച്ചി. സത്യം. അതെ, വിവിയേട്ടനും കൂടെ വേണമായിരുന്നു അല്ലേ? അല്ലേ കുയിസ്? നമ്മുടെ വിവിയേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ, നല്ല അടിപൊളിയായിനെ. ഇവിടെ എല്ലാം തികഞ്ഞു. വിവിയേട്ടനും കൂടെ വന്ന പൂർത്തിയായി. എന്നാ എനിക്കും മൂടായനെ പറയാൻ. ബിജി ഓമനയും കുട്ടനും. കന്തുമ്മേൽ കന്ത് നേതാ പൊളിക്കും. ഓമന ഞാൻ ഒരു പേരിട്ടു, കന്തുമ്മേൽ കന്ത്. എങ്ങനെയുണ്ട്? കുട്ടൻ കന്തുമ്മേൽ കന്ത് പൊളിക്കുവോ? എങ്ങനെയുണ്ട് നെയിം? കന്തുമ്മേൽ കന്ത്. തന്തൂരി ചിക്കൻ എന്താമ്മ, ഒരു വൈബ് പോരാ, മതി. എൻ്റെ അപ്പു എന്തൊക്കെ പേരൊന്നും വരുന്നത്. ഇവിടെ എന്താ പേര് ചടങ്ങാണോ?